ഹലോ ഹായ് നമസ്കാരം. സഹകാരി പി എസ് സിയുടെ പുതിയൊരു PYQ സീരീസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള പേപ്പർ 32/2023 എന്ന് പറയുന്ന ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലെ നമുക്ക് ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യാം. PYQന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. സ്ഥിരം PSC ചോദിക്കാറുള്ളതാണ്. PYQs റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ SCERTയിൽ നിന്നും ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 32/2023 എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ആദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് A വിഭാഗത്തിന് യോജിച്ചവ B വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന ജോഡികളിൽ നിന്നും ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഇതിൽ ശരിയായ ജോഡി കണ്ടെത്തിയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു ചോദ്യം PSC ചോദിച്ചിട്ടുള്ളത് എന്നൊന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നമ്മുടെ SCERT പോർഷൻസിൽ നിന്ന് PSC ചോദ്യങ്ങൾ എടുക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് PSC എടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട്. ഇത് പഴയ SCERT ആണ്. 2023 ചോദ്യ പേപ്പർ ആയതുകൊണ്ട് തന്നെ PSC ചോദിച്ചിട്ടുള്ളത് പഴയ SCERTയിൽ നിന്നാണ്. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൽ നിന്നാണ്. നോക്കിക്കേ, സാമൂഹിക പരിഷ്കർത്താക്കളെയും അവരുടെ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂടി ബന്ധപ്പെടുത്തി ഒരു ടേബിള് SCERTയിൽ ഈ ഒരു പാഠഭാഗത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്നാണ് കൃത്യമായിട്ട് ആ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ടേബിൾ പഠിക്കാം, എന്നിട്ട് ആ ചോദ്യം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നോക്കിക്കേ, വൈകുണ്ഠസ്വാമികളുമായിട്ടുള്ള പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജമാണ് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഏതാണ്? സമത്വ സമാജം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. 2, ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, അതുപോലെ തന്നെ സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അടുത്തത് ഈ ഒരു ചോദ്യം PSC ചോദിക്കാം, പഴയതിൽ നിന്ന് എടുക്കില്ല എന്നൊന്നുമില്ല. ഇനി വരുന്ന ചോദ്യ പേപ്പറിലും പഴയ ടെക്സ്റ്റും പുതിയ ടെക്സ്റ്റും ഒക്കെ മിക്സ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് നോക്കി പോവാം. അപ്പോൾ നോക്കിക്കേ, ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, അതുപോലെ തന്നെ മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. അതുപോലെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ SCERTയിൽ തന്നിട്ടുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചവറ, ഇദ്ദേഹവും ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്തൊക്കെയാണ്? അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. എന്തൊക്കെയാണ്? അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറ എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത അയ്യങ്കാളിയെ കുറിച്ച് തന്നിട്ടുണ്ട്. അയ്യങ്കാളിയുടെ പ്രസ്ഥാനം ഏതാണ്? സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമായിട്ട് SCERTയിൽ തന്നിട്ടുള്ളത്. അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആരുടെ പ്രസ്ഥാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ആരുടെ പ്രസ്ഥാനമാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അതുപോലെ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, വാഗ്ഭടാനന്ദന്റെ പ്രസ്ഥാനം ആത്മവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, സഹോദരൻ അയ്യപ്പന്റെ ഏതാണ്? സഹോദര പ്രസ്ഥാനമാണ് സഹോദരൻ അയ്യപ്പനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, പണ്ഡിറ്റ് KP കറുപ്പനുമായി ബന്ധപ്പെട്ടതാണ് അരയ സമാജം. അതുപോലെ മന്നത്ത് പത്മനാഭൻ്റെതാണ് നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS എന്നൊക്കെ പറയുന്ന നായർ സർവീസ് സൊസൈറ്റി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്നത്ത് പത്മനാഭൻ. അതുപോലെ VT ഭട്ടതിരിപ്പാടിൻ്റെത് ഏതാണ്? യോഗക്ഷേമ സഭയാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെത് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് കുമാരഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ട് SCERT ടേബിളിൽ തന്നിട്ടുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത്. സോ ഇത് കണ്ടോ, ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് SCERTയിൽ തന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടേബിളാണ്. ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെയാണ് കൃത്യമായിട്ട് PSC ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആ ചോദ്യം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ? ചോദ്യം നോക്കാം. വൈകുണ്ഠസ്വാമികൾ, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, VT ഭട്ടതിരിപ്പാട് എന്ന്
എയിൽ നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേര് തന്നിട്ടുണ്ട്. അതുപോലെ ബിയിലെ പ്രസ്ഥാനങ്ങൾ ആത്മവിദ്യാസംഘം, യോഗക്ഷേമ സഭ, സമത്വ സമാജം, സാധുജന പരിപാലന യോഗം എന്ന് പ്രസ്ഥാനങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ നോക്കിക്കേ, വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്ഥാനം ഏതാണ്? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലെ. ഏതാണ്? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്ഥാനമാണ്. അത് കഴിഞ്ഞ് അയ്യങ്കാളി. അയ്യങ്കാളി ഈ പറയുന്നതിൽ ഏത് പ്രസ്ഥാനമാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് വരുന്നത്? അയ്യങ്കാളി സാധുജന പരിപാലന യോഗമാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രസ്ഥാനം. അതുപോലെ സി നോക്കിക്കേ, വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനുമായിട്ട് നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? ആത്മവിദ്യാസംഘം അല്ലെ. ആത്മവിദ്യാസംഘമാണ് വാഗ്ഭടാനന്ദനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചത് ആത്മവിദ്യാസംഘം. അതുപോലെ നോക്കിക്കേ, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ നമ്മളിവിടെ പഠിച്ചില്ലേ? VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കണ്ടോ, കൃത്യമായിട്ട് ഇവിടെ നിന്ന് PSC അതുപോലെ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഉത്തരത്തിലോട്ട് വന്നാലോ? A3 ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ അത് 2 ഓപ്ഷൻ മാത്രമാണ് A3 ആയിട്ട് വരുന്നത്, എയിലും സിയിലും. അപ്പൊ അത് മാത്രം നോക്കുക. ഇനി ബി അയ്യങ്കാളി, B4 ആണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ ഉത്തരം സി ആണ്. കാരണം എയിൽ തന്നിട്ടുള്ളത് B1 എന്നാണ് തന്നിട്ടുള്ളത്, അതല്ലാന്ന് നമുക്കറിയാം. ഈ രീതിയിൽ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉത്തരത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളതും സെയിം നമ്മൾ നോക്കിയിട്ടുള്ള 10ാം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് എന്നുള്ള പാഠഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു പോർഷനിൽ, ആ ഒരു ചാപ്റ്ററിൽ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ഉത്തരത്തിലോട്ട് എത്താം. ഓക്കെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക് എന്ന തലക്കെട്ടോടു കൂടിയാണ് നമ്മുടെ SCERTയിൽ ഈ ഒരു പോർഷൻ തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? SCERTയിൽ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന പോർഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ആ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. പിന്നീട് വിഴിഞ്ഞത്തും തലശ്ശേരിയിലും 5 തെങ്ങിലും പണ്ടകശാലകൾ അല്ലെങ്കിൽ പാണ്ഡികശാലകൾ എന്ന് പറയുന്നത് സംഭരണശാലകളാണ് ആരംഭിക്കാനുള്ള അനുമതി കമ്പനി കരസ്ഥമാക്കി. തുടർന്ന് ആറ്റിങ്ങൽ, അതായത് തിരുവനന്തപുരത്തുള്ള ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തു. പിൽക്കാലത്ത് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായി 5 തെങ്ങ് മാറി. 5 തെങ്ങിനെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമാക്കിയതിൽ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇത് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായാണ് ആറ്റിങ്ങൽ കലാപത്തെ കണക്കാക്കുന്നത്. അപ്പൊ എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. സംഘടിത കലാപം എന്ന് എടുത്തു പറയുവാണെങ്കിൽ മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏത് തന്നെയാണ് എഴുതേണ്ടത്? ആറ്റിങ്ങൽ കലാപമാണ് എഴുതേണ്ടത്. അപ്പൊ ഇത് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരു പോർഷനാണ് കേട്ടോ. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? 1721 ഈ ഒരു ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്നുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഈ ഒരു ആറ്റിങ്ങൽ കലാപം എന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ PSC എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദ്യം? താഴെ നൽകിയിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത് എന്നാണ് ചോദ്യം. ഇവിടുത്തെ ഓപ്ഷനിൽ വേലുത്തമ്പിയുടെ കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം, കുറിച്യ കലാപം എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ 5 തെങ്ങ് കലാപത്തെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല ഓപ്ഷനിൽ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ആറ്റിങ്ങൽ കലാപമാണ് ശരിയായിട്ട് വരുന്ന ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ എവിടെ നിന്നാണ് PSC ചോദിച്ചിട്ടുള്ളത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ചോദ്യം, തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ബംഗാൾ, തെലുങ്കാന, തമിഴ്നാട്, ബീഹാർ. ഇതിൽ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് തേഭാഗ സമരം?
തമിഴ്നാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമരമാണ് തേഭാഗ സമരം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത 4ാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധം ഇല്ലാത്ത നേതാക്കന്മാരാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം, വായിച്ചെങ്കിലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. റാണി ലക്ഷ്മി ഭായ് ബീഗം ഹസ്രത്ത് മഹൽ, അതുപോലെ ബിയിലെ താന്തിയ തോപ്പി നാനാ സാഹിബ്, സി കുൻവർ സിംഗ് ഷാമൽ, ഡി സിദ്ധു കാനു എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് റാണി ലക്ഷ്മി ഭായ്, ബീഗം ഹസ്രത്ത് മഹൽ, കൻവർ സിംഗ്, താന്തിയ തോപ്പി, നാനാ സാഹിബ്, ഷാമൽ ഇവരെല്ലാവരും. എന്നാൽ സിദ്ധു കാനു എന്നിവർ ഈ ഒരു 1857 കലാപവുമായി ബന്ധപ്പെട്ടവരിൽ പെടുന്നതല്ല. അങ്ങനെ നോക്കുമ്പോൾ ഉത്തരം ഏതാണ്? സിദ്ധു കാനു എന്നിവരാണ് ഈ ഒരു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത വ്യക്തികൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 5ാമത്തെ ചോദ്യം, ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ഏഞ്ചലോ, ലിയനാർഡോ ഡാവിഞ്ചി, റാഫേൽ, ബ്രൂണലേഷി. ഇതിൽ ആരുടേതാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അന്ത്യവിധി എന്ന കലാസൃഷ്ടി? മൈക്കൽ ആഞ്ചലോയുടേതാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അന്ത്യവിധി എന്ന കലാസൃഷ്ടി. 6ാമത്തെ ചോദ്യം, ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? രാമചന്ദ്ര ഗുഹയാണ്. രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഈ ഒരു ചോദ്യ പേപ്പറിലെ മറ്റൊരു ചോദ്യമാണ്, ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് തിരിച്ചറിയുക എന്നാണ് PSC ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ABCD എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ബി, ഇന്ദ്രവതി, ശബരി എന്നിവ പോഷക നദികളാണ്. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നു. രാജസ്ഥാനിലൂടെ ഒഴുകുന്നു എന്നിങ്ങനെ PSC എന്ത് ചെയ്തിട്ടുണ്ട്? 4 ഓപ്ഷൻസ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണ്? കൃത്യമായിട്ട് ഏത് നദിയാണ് എന്ന് പരാമർശിച്ചിട്ടില്ല. ഈ ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്ന് മാത്രമാണ് PSC പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആ നദി ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ഈ ഒരു ഉത്തരത്തിലോട്ട് ഓപ്ഷൻസിലോട്ട് വരാൻ. PSC ഈ ഒരു ചോദ്യം എവിടെ നിന്നായിരിക്കാം എടുത്തിട്ടുള്ളത്? PSCക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഇത് എവിടെ നിന്നായിരിക്കും ഇതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്? മറ്റെവിടെയുമല്ല, നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെയാണ്. SCERTയിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന 10ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് ഒരു ടേബിളൊക്കെ തന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് നദികളും അതിൻ്റെ ഉത്ഭവം, ഏകദേശ നീളം, പ്രധാന പോഷക നദികൾ എന്നിവയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, മഹാനദി മൈക്കല നിരകൾ മധ്യപ്രദേശിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആദ്യത്തെ നദിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് മഹാനദിയാണ്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഏകദേശ നീളം തന്നിട്ടുണ്ട് 857 കിലോമീറ്റർ ആണ് ഏകദേശ നീളം. അതുപോലെ ഇതിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്, ടെല്ല് എന്നിങ്ങനെയാണ് പ്രധാന പോഷക നദികൾ. ഇനി അടുത്ത് നോക്കിക്കേ, ഗോദാവരി പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഗോദാവരി നദിയുടെ ഉത്ഭവം. ഏകദേശ നീളം എന്ന് പറയുന്നത് 1465 കിലോമീറ്റർ ആണ്. ഇതിലെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഇന്ദ്രാവതിയും ശബരിയുമാണ്. ഇന്ദ്രാവതിയും ശബരിയുമാണ് പ്രധാന പോഷക നദികൾ. ഇനി കൃഷ്ണ നോക്കിക്കേ, അതും പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. ഇതിന്റെ ഏകദേശ നീളം എത്രയാണ്? 1400 കിലോമീറ്റർ ആണ്. പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത് ഭീമയും തുംഗഭദ്രയുമാണ്. ഭീമയും തുംഗഭദ്രയുമാണ് പ്രധാന പോഷക നദികൾ. ഏതിൻ്റെയാണ്? കൃഷ്ണയുടേത്. അതുപോലെ കാവേരി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഏകദേശ കിലോമീറ്റർ 800 ആണ്. കബനിയും അമരാവതിയുമാണ് ഇതിന്റെ പ്രധാന പോഷക നദികളായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ളത്. ഇനി നർമ്മദ മൈക്കല നിരകൾ, ഛത്തീസ്ഗഡിൽ ഉള്ള മൈക്കല നിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. 1312 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം.
ഹിരൺ, ബഞ്ചൻ എന്നിങ്ങനെയാണ് പോഷക നദികൾ. അടുത്ത താപ്തി നോക്കിക്കേ. മുൻതായി പീഠഭൂമി, മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ മുൻതായി പീഠഭൂമിയിൽ നിന്നാണ് ഏത് നദിയുടെ ഉത്ഭവം? താപ്തി നദിയുടെ ഉത്ഭവം. 724 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. ആനർ, ഗിർന എന്നിങ്ങനെയാണ് പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു ചോദ്യം? ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചാണ് നമ്മളോട് ചോദിച്ചത്. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? നർമ്മദ നദിയാണ്. നർമ്മദ നദിയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, മൈക്കല നിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. അത് ശരിയാണോ? ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണ്. അടുത്ത നോക്കാം. ഇന്ദ്രവതി, ശബരി എന്നിവ പോഷക നദികളാണ് എന്ന് പറയുന്നു. ഇന്ദ്രവതി, ശബരി എന്നിവ പോഷക നദികളാണോ? അല്ല. അത് ഏതിന്റെ പോഷക നദികളാണ്? ഗോദാവരിയുടെ പോഷക നദികളാണ് ഏതൊക്കെ? ഇന്ദ്രവതിയും ശബരിയും എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ നർമ്മദയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഹിരൺ, ബഞ്ചൻ എന്നിങ്ങനെ 2 നദികളാണ് നർമ്മദയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. ഇനി സി നോക്കിക്കേ, ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ ഡി, രാജസ്ഥാനിലൂടെ ഒഴുകുന്നു എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്നത് ഏതാണ്? ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറയുന്നത് മാത്രമാണ് നർമ്മദ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവ മണ്ഡലം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവ മണ്ഡലം ഏതാണ്? നീലഗിരി ജൈവ മണ്ഡലത്തിലാണ് സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്നത്. അടുത്തത്, മഞ്ഞ് തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത്? റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് PSC. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹർമട്ടൻ, സിറോക്കോ, മിസ്ട്രൽ, ഫോൺ എന്നിങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളതും SCERT പാഠഭാഗത്തിൽ നിന്ന് തന്നെയാണ്. എവിടെ നിന്നാണ് PSC ഇത് SCERTയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. മഞ്ഞ് തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം. കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. നോക്കിക്കേ, നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രാദേശികമായ മർദ്ദ വ്യത്യാസങ്ങൾ മൂലം രൂപപ്പെടുന്ന ഇത്തരം കാറ്റുകൾക്ക് ശക്തിയും കുറവായിരിക്കും. അപ്പോൾ പ്രാദേശിക വാദങ്ങൾക്ക് ശക്തി കുറവായിരിക്കും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രാദേശികവാദങ്ങളുണ്ട്. ലൂ, മാംഗോ ഷവർ, കാൽ ബൈശാഖി എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ്. ചിനൂക്ക്, ഹർമാറ്റൻ, ഫോൺ തുടങ്ങിയവ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നവയാണ്. നോക്കിക്കേ, ലൂ, മാംഗോ ഷവർ, കാൽ ബൈശാഖി എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ്. അതുപോലെ ചിനൂക്കും, ഹർമാറ്റൻ, ഫോൺ തുടങ്ങിയവയൊക്കെ ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദമാണ്. പ്രാദേശികവാദത്തിന് മറ്റുള്ള വാദങ്ങളെക്കാൾ ശക്തി കുറവായിരിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൂടി ഇവിടെ ഓർക്കുക. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. അപ്പോൾ ചിനൂക്ക് എന്ന് പറയുന്നത് ഉഷ്ണക്കാറ്റാണ്. റോക്കി പർവ്വതനിര, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചരിവിലെ മഞ്ഞ് ഉരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ചിനൂക്ക് അല്ലെങ്കിൽ മഞ്ഞുതീനി എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണ്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെയാണ് ഈ വാദങ്ങൾ എന്ത് ചെയ്യുന്നത്? വീശുന്നത്. ഈ കാറ്റിന്റെ ഫലമായിട്ട് റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചരിവിലുള്ള മഞ്ഞുകൾ ഉരുകിപ്പോകുന്നു. ആ ഉഷ്ണക്കാറ്റ് കാരണം മഞ്ഞ് ഉരുകി മാറുന്നത് കൊണ്ടാണ് മഞ്ഞുതീനി എന്ന് പറയുന്ന ചിനൂക്ക് എന്ന പേര് ഇതിന് ലഭിച്ചത്. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനമാണ്. ഗോതമ്പ് കൃഷിക്ക് കനേഡിയൻ സമതലങ്ങളിൽ ഏറെ പ്രയോജനമായിട്ടുള്ള ഒരു വാദമാണ് ചിനൂക്ക്. ആൽപ്സ് പർവ്വനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ. ഫൊന്നിനെ കുറിച്ചുകൂടി ഇവിടെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ.
ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കാൻ കാരണമാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മുടെ PSC എന്ത് ചെയ്തത്, ഈ ഒരു ചോദ്യം ചോദിച്ചത്. മഞ്ഞ് തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം, ഇനി നിങ്ങൾക്ക് പറയാലോ ക്ലിയർ ആയിട്ട്, ഏതാണ്? ചിനൂക്ക്. ചിനൂക്കാണ് മഞ്ഞുതീനി എന്ന് അറിയപ്പെടുന്ന പ്രാദേശിക വാദം. പക്ഷെ PSC അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ? ചോദ്യത്തിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്? ഹർമട്ടൻ, സിറോക്കോ, മിസ്ട്രൽ, ഫൊൻ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ആണുള്ളത്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? ചിനൂക്കാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടാണ് മഞ്ഞുതീനി എന്നറിയപ്പെടുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചോദ്യം നോക്കിക്കേ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കായാന്തരിത ശിലകൾ, അവസാദ ശിലകൾ, ആഗ്നേയ ശിലകൾ, അന്തർവേദ ശിലകൾ എന്നിങ്ങനെയെല്ലാം വരും. ഇതൊരു കൺഫ്യൂസിങ് ആവാം അല്ലേ? PSC ശിലകളെ കുറിച്ച് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരുന്നതാണ്, നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്. അപ്പോൾ SCERT ഭാഗത്ത് നിന്നും PSC എങ്ങനെയായിരിക്കാം ഇതുപോലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത് എന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. എവിടെ നിന്നായിരിക്കാം ഈ ചോദ്യത്തിൻ്റെ വേര് വന്നിട്ടുള്ളത്? നമ്മുടെ SCERTയിലെ 8ാം ക്ലാസ്സിലെ ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട്. അതിൽ ശിലകളെ കുറിച്ച് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ +2ൽ നിന്നും ശിലകളെ കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ മിക്സപ്പ് ആയിട്ടാണ് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ശിലകളെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു 8ാം ക്ലാസ്സിലതും അതുപോലെ തന്നെ ജിയോളജി എന്ന് പറയുന്ന +2ലെ പുസ്തകത്തിലുള്ളതും. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആണ് അതിൽ പറയുന്നത്. നമുക്ക് കൃത്യമായിട്ടൊരു 10th ലെവലിൽ എന്താണ് ശിലകൾ, എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ മതിയാവും. അപ്പോൾ നോക്കിക്കേ, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ, ഇതിനെ നമുക്ക് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിലോട്ട് വരാം. ശിലകളെ നമുക്ക് 3ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആഗ്നേയ ശിലകൾ എന്നും, അവസാദ ശിലകൾ എന്നും, കായാന്തരിത ശിലകൾ എന്നും. അതിൻ്റെ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, അതുപോലെ കായാന്തരിത ശിലകൾ. ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നതാണ് ഇഗ്നസ് റോക്സ് എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറങ്ങി രൂപപ്പെടുന്ന ശിലകളെയാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിന്റെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവമുണ്ട്. അത് ഭൗമ ഉപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ വെച്ചോ ഒക്കെ തണുത്തുറങ്ങി ഉണ്ടാവുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്, അഥവാ ഇഗ്നസ് റോക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതിന് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നതാണ് ഗ്രാനൈറ്റും ബസാൾട്ടും. എന്തൊക്കെയാണ് ഇതിന്റെ ഉദാഹരണം? ഗ്രാനൈറ്റും ബസാൾട്ടുമാണ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത്. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകളെ പ്രാഥമിക ശിലകൾ എന്നും അറിയപ്പെടുന്നു. കാരണം ഈ ആഗ്നേയ ശിലകളിൽ നിന്നാണ് മറ്റു ശിലകൾ രൂപപ്പെടുന്നത്. അതിന് രൂപമാറ്റം സംഭവിച്ചാണ് മറ്റു ശിലകൾ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഗ്നേയ ശിലകളെ പ്രാഥമിക ശിലകൾ എന്നും അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ശിലാരൂപം നോക്കാം. അവസാദ ശിലകൾ അഥവാ സെഡിമെന്ററി റോക്സ് എന്ന് പറയും. ഇത് നമ്മുടെ 8th സ്റ്റാൻഡേർഡിൽ തന്നിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. ഇത് കൃത്യമായിട്ട് അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അവസാദ ശിലകൾ അഥവാ സെഡിമെന്ററി റോക്സ്. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. എന്താണ് പറയുന്നത്? കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നുണ്ട്. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പോയിട്ട് ചെറിയ ചെറിയ പാളികളായിട്ട് നിക്ഷേപിക്കപ്പെടും. ഇതാണ് പിന്നീട് ഉറച്ച് വിവിധ തരത്തിലുള്ള ശിലകളായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള ശിലകളെയാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ലൊക്കെ ഇങ്ങനെ നിക്ഷേപിച്ച്, അതായത് അടർന്ന് വീണ് ഈ ശിലകൾ ക്ഷയിച്ച് അതിൻ്റെ അവസാദങ്ങളൊക്കെ നിക്ഷേപിച്ച് തണുത്തുറങ്ങി ഉണ്ടാവുന്നതാണ് ഈ ചുണ്ണാമ്പ് കല്ലും മണൽക്കല്ലും ഒക്കെ. അപ്പോൾ അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ചുണ്ണാമ്പ് കല്ലും മണൽക്കല്ലും ഒക്കെയാണ്. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്കു ശിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. സോ പാളികളായിട്ടാണ് ഇത് കാണപ്പെടുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അടുക്കു ശിലകൾ എന്നും അറിയപ്പെടുന്നു, അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്.
ആഗ്നേയ ശിലകളാണെങ്കിലോ പ്രൈമറി റോക്സ് അല്ലെങ്കിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു. നമ്മുടെ അവസാദ ശിലകളാണെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റോക്സ് അല്ലാന്നുണ്ടെങ്കിൽ അടുക്കു ശിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി കായാന്തരിത ശിലകൾ. എന്താണ് കായാന്തരിത ശിലകൾ? മെറ്റാമോർഫിക് റോക്സ് അല്ലേ? ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. സോ എങ്ങനെയാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്? ഉയർന്ന രീതിയിലുള്ള മർദ്ദം, പ്രഷറോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൊണ്ടോ അതിന് ഭൗതികമായിട്ട്, അതായത് ഫിസിക്കലി അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് എന്ത് ചെയ്യാം, ഈ ശിലകൾക്ക് ഉണ്ടാവാം. അങ്ങനെ ഒരു മാറ്റം സംഭവിച്ച് രൂപപ്പെടുന്നതാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് മാർബിൾ, സ്ലേറ്റ് എന്നിവയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? മാർബിളും സ്ലേറ്റും ഒക്കെയാണ് കായാന്തരിത ശിലകൾക്ക്. ഉയർന്ന താപം മൂലമോ അല്ലെങ്കിൽ മർദ്ദം മൂലമോ ഒക്കെ അതിനൊരു ഭൗതിക മാറ്റമോ രാസപരമായിട്ടോ ഉള്ള മാറ്റങ്ങൾ ഉണ്ടായി രൂപപ്പെടുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഇതും ഒരു PQ ആയിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില ഏതാണ് എന്ന് ചോദിച്ചാൽ കായാന്തരിത ശിലയാണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കേ, ഇവിടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? അവസാദ ശിലകളെ കുറിച്ചായിരുന്നു. ഭൗമോപരിതലത്തിൽ അധികമായിട്ടും കാണപ്പെടുന്ന ശിലയാണ് ഏത്? അവസാദ ശില അഥവാ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്നേയശിലയും, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാദ ശിലയുമാണ് എന്ന് മനസ്സിലാക്കുക. ഭൗമോപരിതലത്തിന്റെ അധിക ഭാഗവും സമുദ്രതടം ഉൾപ്പെടെ അവസാദങ്ങൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടതാണ്. ഭൂവൽക്കത്തിൽ 7% മാത്രമാണ് അവസാദ ശിലകൾ ഉള്ളത്. എന്നാൽ ഭൗമോപരിതലത്തിന്റെ 70% ഭാഗവും ആവരണം ചെയ്യുന്നത് അവസാദ ശിലകളാണ്. ഭൂഖണ്ഡങ്ങളിലെ ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടായതാണ് അവസാദങ്ങൾ മിക്കവയും. അപ്പോൾ മനസ്സിലായില്ലേ? ഭൂവൽക്കത്തിൽ നോക്കുവാണെങ്കിൽ 7% മാത്രമാണ് അവസാദ ശിലകൾ ഉള്ളത്. എന്നാൽ ഭൗമ ഉപരിതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 70% ഭാഗത്തും എന്താണുള്ളത്? അവസാദ ശിലകളാണുള്ളത്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ് എന്നാണ് PSC ചോദിച്ചത്. ഏതാണെന്ന് ഇപ്പൊ മനസ്സിലായോ? അവസാദ ശിലകളാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ, ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയം ഭാഗം ഏത് എന്നാണ് ചോദിക്കുന്നത്. ജുമ്മിങ് കൃഷിരീതി കണ്ടുവരുന്ന മോൻപ, മിഷ്മി, നാഗ, ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏതാണ്? അരുണാചൽ ഹിമാലയത്തിലാണ് ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ, ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്നത് എവിടെയാണ്? അരുണാചൽ ഹിമാലയത്തിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഇത് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് PSC ചോദിച്ചിട്ടുള്ളത്. ജോഷിമഠ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ വളരെ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണടാ? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നതാണ് ജോഷിമഠ് എന്ന് പറയുന്ന സ്ഥലം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. യൂണിവേഴ്സൽ ഫൈബർ, സെയ്ദ്, റാബി, ഒറൈസ, സട്ടൈവ എന്നുള്ള ഓരോ പേരുകൾ തന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ നെല്ല്, പരുത്തി, പഴം, ഗോതമ്പ് എന്ന് B സെക്ഷനിലും തന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റുമോ നോക്കാം. 1B ആയിട്ട് തന്നിട്ടുള്ളത് Aയിലും അതുപോലെ Cയും ആണ്. അപ്പം നമുക്ക് B കട്ട് ചെയ്യാം, Dയും കട്ട് ചെയ്യാം. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ കഴിഞ്ഞു. ഇനി സെയ്ത് വിള തന്നിട്ടുള്ളതിൽ സെയ്ത് വിളകൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത് ഏതാണ്? സെയ്ത് വിളയ്ക്ക് ഉദാഹരണമായിട്ട് പഴം സെയ്ത് വിളയാണ് അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ 2C ആണ്. ഇവിടെ രണ്ടിടത്തും വീണ്ടും 2C തന്നെയാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. ഇനി അടുത്ത് റാബി വിള നോക്കാം. റാബി വിളയ്ക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത് എന്താണ്? റാബി വിളയ്ക്ക് ഉദാഹരണം ഏതാണെടാ? റാബി വിളയ്ക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത് A ആണല്ലേ? റാബി വിളയ്ക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഏതാണ്? റാബി വിളയ്ക്ക് ഉദാഹരണമാണ് ഗോതമ്പ് അല്ലെ? 3D ആണ്. ഒറൈസ സെറ്റൈവ എന്ന് പറയുന്നത് നെല്ലാണ്. ഒറൈസ സെറ്റൈവ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? A ആണ്. നമ്മൾ 3ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി നമ്മുടെ ഉത്തരത്തിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. A ആണ് ഉത്തരം.
അടുത്ത 14ാമത്തെ ചോദ്യം, 2023-2024 ഇന്ത്യൻ ബജറ്റിൽ അമൃതകാലം എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഇവയിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഹരിത വളർച്ച അതിൽ ഉൾപ്പെടുന്നതാണ്, യുവശക്തി അതിൽ ഉൾപ്പെടുന്നതാണ്, അടിസ്ഥാന വികസനവും നിക്ഷേപവും അമൃതകാലിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ വിവരാവകാശം അമൃതകാലിൽ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 14D ആണ് തെറ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതായത് അമൃതകാലിൽ ഉൾപ്പെടാത്തത് വിവരാവകാശമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീതി ആയോഗിനെ കുറിച്ചാണ്. ഓരോ പ്രസ്താവനയായിട്ട് നോക്കാം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. അതെ, ആസൂത്രണ കമ്മീഷന് പകരം അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നൊരു ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. ശരിയാണ്. രണ്ടാമത്തെ നോക്കിക്കേ, നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. ശരിയാണ്. കാരണം 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രി, അതായത് നീതി ആയോഗിന്റെ ഭരണത്തലവൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആ സമയത്ത് ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. ഇനി 2015 ജനുവരി 1 നിലവിൽ വന്നു. ശരിയാണ്. ഡി, നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ? നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അങ്ങനെ നോക്കുമ്പോൾ 15D 1, 2, 3, 4 ഒക്കെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് കണ്ടെത്താൻ. 2020 മെയ് 12 പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിക്ക് വേണ്ടി മാത്രമുള്ളത് എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്ന ഉത്തരം. 2020 മെയ് 12 ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതിയാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. ശരിയല്ലാത്തത് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഇനി അടുത്ത 17ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവ ചേരും പടി ചേർക്കുക. GST ബിൽ നിലവിൽ വന്നു. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം, 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. നമുക്കിതിൽ എല്ലാത്തിൻ്റെ ഉത്തരം അറിയായിരിക്കും അല്ലേ? ക്ലിയർ ആയിട്ട് നമുക്ക് ഓരോന്ന് വെച്ച് നോക്കാം. GST ബിൽ നിലവിൽ വന്നു. എന്നാണ് GST ബില്ല് നിലവിൽ വന്നത്? 2017 ജൂലൈ 1 GST ബില്ല് നിലവിൽ വന്നത് അല്ലേ? അപ്പോൾ 1C ആണ്. 1C ആയിട്ട് ഇവിടെ 3 ഓപ്ഷനും തന്നിട്ടുണ്ട് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി. എന്തായാലും C ഓപ്ഷൻ നമുക്കിത് നോക്കണ്ട, വെട്ടി. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. എന്നാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്? നമുക്കറിയാം 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അപ്പോൾ 2B ആണ്. 2B ആയിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണടാ? A മാത്രമാണ് ഉള്ളത് അല്ലേ? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ബാക്കി ഇങ്ങോട്ട് നോക്കാം. അപ്പോൾ Bയും Dയും ഒക്കെ വെട്ടിക്കളയാം. മൂന്നാമത്തേത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. എന്നാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത്? 2005 ഓഗസ്റ്റ് 23 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത്. 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 1951 ഏപ്രിൽ 1 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. അതായത് 4D ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഉത്തരം A ആണെന്നുള്ളത് നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇതുപോലെ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. 18 താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് ഏത്? അതായത് തെറ്റായതാണ് ഇവിടെയും ചോദിക്കുന്നത്. കാർഷിക വികസനവും ഗ്രാമീണ വികസനവും B 1980 ജൂലൈ 12 സ്ഥാപിതമായി. ആസ്ഥാനം മുംബൈയാണ്. ശിവരാമൻ കമ്മിറ്റി എന്നിങ്ങനെ 4 തന്നിട്ടുണ്ട്. നമുക്കറിയാം നബാർഡ് എന്തിനാണ്? അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ കാർഷിക വികസനവും ഗ്രാമീണ വികസനവും ആണ് നബാർഡിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് ശരിയാണ്. B 1980 ജൂലൈ 12 സ്ഥാപിതമായി. 1980 ജൂലൈ 12 സ്ഥാപിതമായത്? 1982 ജൂലൈ 12 നബാർഡ് സ്ഥാപിതമായത്. അങ്ങനെ നോക്കുമ്പോൾ തെറ്റായിട്ടുള്ളത് അതാണ്. ആസ്ഥാനം മുംബൈ ആണ്. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് നിലവിൽ വന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്?
നമുക്കറിയാം 1980 ജൂലൈ 12 അല്ല, 1982 ജൂലൈ 12 നബാർഡ് നിലവിൽ വന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏവ എന്നാണ് ചോദിക്കുന്നത്. ഏത് ഭരണഘടനയിൽ നിന്നാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. നീതിന്യായ പുനർപരിശോധന, അവശിഷ്ട അധികാരം, നിയമവാഴ്ച എന്ന ആശയം, പാർലമെന്ററി സമ്പ്രദായം. ഇതിലേതാണ് ഉൾപ്പെടാത്തത്? നമുക്കറിയാം നിയമവാഴ്ചയും പാർലമെന്ററി സമ്പ്രദായവും ഒക്കെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. ഇത് രണ്ടും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് 3ഉം 4ഉം. എന്നാൽ നീതിന്യായ പുനർപരിശോധനയും അവശിഷ്ട അധികാരവും ഏതിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതല്ല, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നുള്ളതല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത് രണ്ടുമാണ് അല്ലാത്തത്. അത് ഉത്തരമായിട്ട് വരുന്നത് ഏതിലാണ്? 1ഉം 2ഉം ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനിൽ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകൾ അല്ലെങ്കിൽ റിട്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. റിട്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഉത്തരവുകൾ എന്താണ്? റിട്സ് ആണ്. എല്ലാ കോടതികൾക്കും റിട്സ് അല്ലെങ്കിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉണ്ടോ? ഇല്ല. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്കുമാണ് അതിനുള്ള അധികാരമുള്ളത്. മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്? മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണോ? അല്ല അല്ലെ, ഞാൻ കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം. ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 256. ശരിയാണോ? 226 പ്രകാരമാണ് ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്നത്. 4ാമത് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് ശരിയാണല്ലേ? അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരം ഇല്ല. ഇത് തെറ്റാണ്. മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ കൽപ്പിക്കുന്നു എന്നാണ് പറയുന്നത് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം. ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് 256 അല്ല, 226 പ്രകാരമാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് അല്ലെ? എന്തൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ് ഉണ്ട്, മാൻഡമസ് ഉണ്ട്, അതുപോലെ സെർഷ്യോററി, കോ വാറന്റോ, പ്രൊഹിബിഷൻ എന്നിങ്ങനെ 5 റിട്ടുകളാണ് നമ്മുടെ കോടതികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന അല്ലെങ്കിൽ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന റിട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് ഏത് മാത്രമേ ഉള്ളൂ? 4 മാത്രമാണ്. അത് ഓപ്ഷനായിട്ട് വരുന്നത് ബിയിലാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം അല്ലെങ്കിൽ ആശയങ്ങൾ ഏവ? മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്തതാണ് ചോദിക്കുന്നത് കേട്ടോ. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. അപ്പൊ അതില് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പെടാത്ത ആശയം എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ്. അത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നില്ല. അന്തർദേശീയ സമാധാനം പരിപോഷിക്കാനും വിഭവങ്ങളുടെ തുല്യ വിതരണത്തിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഒക്കെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ ഉൾപ്പെടാതെ വരുന്ന ആശയം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏത്? മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ എന്നൊക്കെ പറയുന്ന ഭാഗം 4A ഉൾപ്പെടുത്തിയിട്ടുള്ള കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏതെന്നാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക. അത് ശരിയാണ് അല്ലേ? സ്ത്രീകളോടും കുട്ടികളോടും നമ്മൾ മോശമായിട്ട് പെരുമാറാതിരിക്കുക എന്ന് ഭരണഘടനയിലെ മൗലിക കടമകളിൽ പറയുന്നുണ്ട്.
നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. അതെ, 51 AG ആർട്ടിക്കിളിൽ പറയുന്നതാണ് പ്രകൃതിയെ സംരക്ഷിക്കാൻ. വ്യക്തികൾ നികുതി അടയ്ക്കുക, അങ്ങനെ മൗലിക കടമകളിൽ പറയുന്നുണ്ടോ? ഇല്ല, അത് തെറ്റാണ്. രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ പെടാത്തത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളതെന്ന് പറയുന്നത് ഏതാണ്? 3 മാത്രമാണ്. അത് ഉത്തരമായിട്ട് വരുന്നത് ഡിയിലാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏവ എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ആണ് ചോദിക്കുന്നത്. ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം എന്ന് പറയുന്നു. 2, മന്ത്രിസഭയുടെ തീരുമാനം പുനർപരിശോധിക്കാനായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. ലോക്സഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം എന്നിങ്ങനെയാണ് വിവേചന അധികാരത്തെക്കുറിച്ച് പറയുന്നത്. ഇതിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ വരുന്നതാണ്. മന്ത്രിസഭയുടെ തീരുമാനം പുനർപരിശോധിക്കാനായിട്ട് രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം, അതും രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ വരുന്നതാണ്. എന്നാൽ ലോക്സഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയിട്ടും അല്ലെങ്കിൽ ലഭിച്ചിട്ടും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം എന്ന് പറയുന്നത് വിവേചന അധികാരത്തിൽ വരുന്നതല്ല. അതുപോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരവും വിവേചന അധികാരത്തിൽ പെടുന്നതല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നോക്കുമ്പോൾ 23-ൽ 3ഉം 4ഉമാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്? തെറ്റായിട്ട് വരുന്നത് അല്ലെങ്കിൽ വിവേചന അധികാരത്തിൽ പെടാത്തത്. അത് ഓപ്ഷൻ എയിലാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിക്കുന്നത്. 1, സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. മായം ചേർക്കൽ അവശിഷ്ട അധികാരത്തിൽ പെടുന്നു. അവശിഷ്ട അധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. സോ ഭരണഘടനയുടെ 7ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന, സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരത്തിൽ വരുന്നതാണ്. അതായത് റെസിഡ്യൂറീസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, അതിൽ വരുന്ന 7ാം പട്ടികയിലാണ് റെസിഡ്യൂറീസ് വരുന്നത്. അതാണ് അവശിഷ്ട അധികാരം. അതിൽ വരുന്നതാണ് സൈബർ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. അതും ശരിയാണ്. മായം ചേർക്കൽ അവശിഷ്ട അധികാരത്തിൽ പെടുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. 4, അവശിഷ്ട അധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. അത് ശരിയാണ്. ക്ലിയർ അല്ലേ? അടുത്തത്, കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനാണ് 1979-ൽ സ്ഥാപിതമായി. ശരിയാണ്. കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ. അതും ശരിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയാണ് ഇതിന്റെ ആസ്ഥാനം. 4ാമത്തെ പ്രസ്താവന, ശ്രീമതി ജയഡാലി MV ചെയർപേഴ്സൺ ആണ് എന്ന് പറയുന്നതും ശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഉത്തരം സി ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആശാഭവൻ മാനസിക രോഗം ഭേദമായവരുടെ പുനരധിവാസം ലക്ഷ്യം, മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിനു വേണ്ടിയുള്ള സമഗ്ര പദ്ധതി, പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതി. 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ആശാഭവൻ എന്തിനു വേണ്ടിയിട്ടാണ്? മാനസിക രോഗം ഭേദമായവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പുനരധിവാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ആശാഭവൻ. അത് ശരിയാണ്. മഴവില്ല് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് മഴവില്ല്. അതും ശരിയാണ്. പരിരക്ഷാ പദ്ധതി എന്നത് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതും ശരിയാണ്. 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്നു എന്ന് പറയുന്നത് തെറ്റാണ്. 1985 അല്ല, 1975 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നിലവിൽ വന്നത്. അപ്പൊ ഇവിടെ ഏതാണടാ തെറ്റായിട്ടുള്ളത്? 4 മാത്രമാണ്. അത് ഉത്തരമായിട്ട് വരുന്നത് എയിലാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏത് എന്നാണ്. 387 ഭരണഘടനാ ഭേദഗതി,
312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. വകുപ്പ് 301A സ്വത്തവകാശം നിയമപരമായ അവകാശം. വകുപ്പ് 309 പാർലമെന്ററി സംയുക്ത സമ്മേളനം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള വകുപ്പ് എന്ന് പറയുന്നത്? ഏതാണ് ശരിയായ വകുപ്പ്? 312 ആണ് അല്ലേ? വകുപ്പ് 312ലാണ് രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെക്കുറിച്ച് പറയുന്നത്. അത് ശരിയാണ്. അത് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ബാക്കിയെല്ലാം തെറ്റാണ്. 301A എല്ലാം 300Aയിലാണ് സ്വത്തവകാശത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. അപ്പം അത് കൃത്യമായിട്ട് ഓർക്കുക. 312 ഏതാണ്? രാജ്യസഭയുടെ പ്രത്യേക അധികാരമാണ്. 28 കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ എന്നാണ് ചോദിക്കുന്നത്. 1996 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ശരിയാണ്. ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? കേരള സംസ്ഥാനത്തെയാണ് ചോദിക്കുന്നത്. കേരള വനിതാ കമ്മീഷനെ കുറിച്ചാണ്. ആദ്യത്തെ വനിത അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരിയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P സതീദേവിയാണ്. ശരിയാണ്. ജസ്റ്റിസ് D ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007ലാണ്. ശരിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അതെ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. 3 എന്താണ്? ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ? 2007 നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. 4 ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ 3ാമത്തെ പ്രസ്താവന മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അത് ഉത്തരമായിട്ട് വരുന്നത് സിയിലാണ്. 30ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ഇതെല്ലാം വായിക്കണം. പേയേഴ്സ് എല്ലാം വായിക്കണ്ടേ? ആങ് സാൻ സുകി ഭയത്തിൽ നിന്നുമുള്ള മോചനം, നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, ഓബ്രെ മേനോൻ ഞാൻ നാഥുറാം സംസാരിക്കുന്നു, സൽമാൻ റുഷ്ദി സാത്താൻ്റെ വചനങ്ങൾ എന്നിങ്ങനെ പുസ്തകങ്ങളും അത് എഴുതിയ ആൾക്കാരുടെ പേരും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഏതാണ്? ഓബ്രെ മേനോൻ ഞാൻ നാഥുറാം സംസാരിക്കുന്നു എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. 31ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ദൃഢഭരണഘടനയാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന അയവുള്ള ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢമായതുമാണ്. ഭരണഘടനാ ഭേദഗതി ബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഇതിൽ ശരിയായിട്ട് വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? 3 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏത് എന്നാണ് ചോദിക്കുന്നത്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. ജീവകം കെ ആണ്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം കെ ആണ്. അടുത്തത് പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം. ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. അത് കുറയുന്നത് മൂലം പ്രായമായവരിൽ ഉണ്ടാകുന്ന അസ്ഥിരോഗം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓസ്റ്റിയോപൊറോസിസ് ആണ്. ഓസ്റ്റിയോപൊറോസിസ് ആണ് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രായമായവരിൽ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം ഓസ്റ്റിയോപൊറോസിസ്. നട്ടലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുകൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി ഏതാണ്? ഗോളര സന്ധിയുണ്ട്, കീലസന്ധി, പര്യാണസന്ധി, വിജാഗിരി സന്ധി. നട്ടലിന്റെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുകൾക്ക് ഇടയിലായിട്ട് കാണപ്പെടുന്ന സന്ധി എന്ന് പറയുന്നത് കീലസന്ധിയാണ്. 35 ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ഏത് രോഗാണുവാണ് ചിക്കൻ ഗുനിയയ്ക്ക് കാരണമാകുന്നത്? ആൽഫ വൈറസ്, ഫ്ലേവി വൈറസ്, റൈനോ വൈറസ്, ഡെൻവൺ വൈറസ്. ഇതിൽ ആൽഫ വൈറസ് ആണ് ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു എന്ന് പറയുന്നത്. അടുത്ത 36ാമത്തെ ചോദ്യം വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെയും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? സ്വാന്റേ പാബോയാണ്. വംശനാശം സംഭവിച്ച ഹോമിനുകളുടെയും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതക ഘടനയെ സംബന്ധിച്ചിട്ടുള്ള പഠനം നടത്തിയത് സ്വാന്റോ പാബോ. അടുത്തത് സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി ഏതാണ്?
പരിരക്ഷ, വി മിഷൻ, വിവാ കേരളം, ആരോഗ്യ കേരളം. ഇതിലേതാണ്? വിവാ കേരളമാണ് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യവുമായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. 38 ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? നെഗറ്റീവ് ആണ്. ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണബലം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. 39 ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. വസ്തുവിന്റെ മാസ്, ഭൂമിയുടെ മാസ്, വസ്തുവിന്റെ ആരം, ഭൂമിയുടെ ആരം. ഇതിലേതൊക്കെയാണ് നമ്മുടെ പലായന പ്രവേഗവുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവുമാണ്. ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവുമാണ് പലായന പ്രവേഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. 2ഉം 4ഉം മാത്രമാണ്. അത് ഓപ്ഷൻ സിയിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസിൽ വായുവിൽ 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 4/3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരമുണ്ട് എന്നാണ് ചോദിക്കുന്നത്. 80 സെന്റിമീറ്റർ ആയിരിക്കും ഉത്തരം വരുന്നത് കേട്ടോ. 41 2022 നവംബറിൽ EOS 6 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? ഏത് റോക്കറ്റാണ്? PSLV C-54 എന്ന റോക്കറ്റാണ് EOS 06 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ച PSLV റോക്കറ്റ് എന്ന് പറയുന്നത്. ഏതാണ്? PSLV C-54. താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? AlCl3 ആണ് ആസിഡായി പരിഗണിക്കുന്നത്. ഏത് സിദ്ധാന്ത പ്രകാരമാണ്? ലൂയിസ് സിദ്ധാന്ത പ്രകാരം. 43 പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് ഏതാണ്? പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിത ഗണത്തിൽ വരുന്നത് ഏതാണടാ? കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളമാണ്. അടുത്തത് നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിന്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു എന്ത് ലായനി ആയതുകൊണ്ടാണ്? രക്തം ഒരു ബഫർ ലായനി ആയതുകൊണ്ടാണ് നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിന്റെ pH സ്ഥിരമായി നിലനിൽക്കാൻ കാരണം രക്തം ഒരു ബഫർ ലായനി ആയതിനാലാണ്. ക്ലിയർ അല്ലേ? അടുത്തത് അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലന ഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏത് മൂലകമാണ് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്? ഹൈഡ്രജൻ ആണ് അല്ലെ. 46 മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏത്? മലയാളത്തിന്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. M മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഏത് കൃതിയാണ് M മുകുന്ദന് വയലാർ അവാർഡ് നേടിക്കൊടുത്തത്? കേശവന്റെ വിലാപങ്ങൾ എന്ന കൃതിയാണ് M മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്തത്. അടുത്തത് കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ഏത് വർഷമാണ് കേരള കലാമണ്ഡലം സ്ഥാപിതമായത്? 1930 കേരള കലാമണ്ഡലം സ്ഥാപിതമായത്. 49 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? 2018 ലോകകപ്പ് പുരുഷ ഹോക്കിയുടേതാണ് ചോദിക്കുന്നത്. എവിടെയായിരുന്നു? ഭുവനേശ്വറിലായിരുന്നു വേദി. 50 കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? കേരളത്തിലെ ഹയർ സെക്കൻഡറി അതുപോലെ ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. കേരളത്തിലെ ഹയർ സെക്കൻഡറിയും ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളെ ഏകീകരിക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഖാദർ കമ്മിറ്റിയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന GK പോർഷൻസിൽ നിന്നുള്ളത്. അപ്പോൾ SCRTയിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലിയർ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. PYQs ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് തന്നെ പോവുക. അപ്പോൾ എല്ലാവർക്കും ഇനി മറ്റൊരു സെഷനിൽ കാണുന്നത് വരേക്കും താങ്ക് യു.